അപ്പായെ ഈ ഞാൻ ഇതന്നെ വലിയ കെട്ടൊക്കെ ആയിട്ട് വരുന്നു. ഞാനാണെങ്കിൽ പഴയ ഫോട്ടോ തപ്പിപ്പോയപ്പോൾ കുറേ വാവ്, ഫോട്ടോ കിട്ടി. വാവ്, ആ? വാവ്. ഒരു 5 ഇത് മിനിറ്റ്. കുറേ ഉണ്ടല്ലോ. കുറേ ഉണ്ട്. 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. എനിക്ക് 1-2 ഫോട്ടോയുടെ 5 അല്ല, ഇത് വർഷങ്ങൾക്കുള്ള സാധനമുണ്ട്. 5 മിനിറ്റ് എനിക്ക് 1-2 ഫോട്ടോസ്. ഇത് എവിടെ നിന്ന് കിട്ടി ഇതെല്ലാം കൂടെ? ഇത് നമ്മുടെ ആർക്കൈവ് മേളിൽ ഇതെല്ലാം ഇരിപ്പുണ്ട്. ഒരു 2-3 ഡ്രോ നിറച്ച് നമ്മുടെ പഴയ ഫോട്ടോസാണ്. മൈ ഗുഡ്നസ്. ഐ വാസ് വണ്ടറിങ്, ഉണ്ടെന്നറിയാം. ഞാൻ ഓർത്തു രഞ്ജുവിൻ്റെ കയ്യിൽ സ്റ്റുഡിയോയിലുള്ളതാണ്. യു ഷുഡ് ഡിജിറ്റലൈസ് ഓൾ ദിസ്. ദീസ് ആർ മെമ്മറീസ്. മൈ ഗുഡ്നസ്. ഇത് ഒരു 4-5 വർഷം ഓടിക്കാനുള്ള സാധനം. അപ്പോൾ ഇതിനകത്ത് ചില ഫോട്ടോസ് എനിക്ക് ഐ വോണ്ട് ടു നോ ദ സ്റ്റോറി ബിഹൈൻഡ് ദ ഫോട്ടോ. ഇപ്പം ഫോർ എക്സാമ്പിൾ, അപ്പം ഈ പയ്യൻ ഏതാ, ഈ ഒരു ഫോട്ടോയുടെ കഥ എന്നാന്ന് എനിക്കൊന്ന്. വാവ്, വാവ്. This is Amsterdam. ഓക്കെ. വാവ്. ഞാൻ ഓർത്ത ഈ ഫോട്ടോസ് ഐ വാസ് വിഷിങ് ഓർ ഡിസൈറിങ് ഇഫ് ഓൺലി സം വൺ വുഡ് ഹാവ് ടേക്കൺ ദിസ് ഫോട്ടോ. കാര്യം ടു ബിലീവ് ഇസ്, ഞാൻ പറയുമ്പോൾ ബിലീവ് ചെയ്യുന്നത് ദ എവിഡൻസ് ഓൾസോ ഹാസ് ടു ബി ദർ, അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. ദിസ് ഇസ് പാസ്റ്റർ ഗ്രാഷ്യ, ആംസ്റ്റർഡാം. ഈ കാണുന്നു. ദിസ് ഇസ് പാസ്റ്റർ ഗ്രാഷ്യ, ദിസ് ഇസ് മീ, ദിസ് ഇസ് ദ അസിസ്റ്റന്റ് പാസ്റ്റർ. ആംസ്റ്റർഡാമിൽ ഒരു ചർച്ചായി. ഈ പയ്യൻ, ഐ വാസ് സിംഗിങ് ആൻഡ് ഡാൻസിങ്. നമ്മുടെ സ്ഥിരം അലൈവ് അലൈവ് ജീസസ് ഈസ് അലൈവ് എന്ന് പറഞ്ഞു. ഐ വാസ് ഡാൻസിങ്. അപ്പം ഈ പയ്യൻ്റെ കൂടെ 23 പിള്ളേർ ഈ സ്ട്രീറ്റ് ഡാൻസേഴ്സ് എന്ന് പറയും. ആ പോഡ്കാസ്റ്റിൽ ഞാൻ രഞ്ജു ബ്രദറിനോട് പറയുന്നത് മൈറ്റ് ഹാവ് ഹേർഡ് സ്ട്രീറ്റ് ഡാൻസേഴ്സ്. സ്ട്രീറ്റ് ഡാൻസർ എന്ന് പറയുമ്പം ഡസ് നോട്ട് മീൻ ഇത് സ്ട്രീറ്റിൽ കിടക്കുന്ന പിള്ളേരാ, അല്ല. അവർ പണ്ട് എന്നാ പറയുന്നത്, ഇങ്ങനെ വലിയ സാധനം സ്ട്രീറ്റ് പെർഫോമൻസ്. അപ്പൊ പെർഫോമൻസും അല്ല, ഇവർ ചുമ്മാ വന്ന് വെച്ചിട്ട് റോഡിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പിള്ളേരാ. അപ്പൊ ഇവര് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇതിനേക്കാളും സൗണ്ട് ഡാൻസിന്റെ പാട്ട് കേട്ടപ്പം, ബീറ്റ്സ് കേട്ടപ്പം മുകളിൽ കയറുക. ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇവരെല്ലാം വന്ന് പുറകെ ഭയങ്കര അഭ്യാസം. ഇപ്പം അത് പലരും എടുക്കുന്നുണ്ട്. ഈ കാതയിലും സ്റ്റഡ്സ് ഒക്കെ ഇടുന്നത്, മൂക്കയില്, ഇവിടെ. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. പെയിൻഫുള്ളാണ്. അപ്പം എനിഹൗ ഇതൊക്കെയുള്ള ഈ ചുമല, നീല ഒക്കെയുള്ള സ്ട്രീറ്റ് ഒരു they enjoy it. This is a big reminder. ആണല്ലേ? Now ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പം വർഷിപ്പ് കഴിഞ്ഞ ഉടനെ അവർ അങ്ങ് ഇരുന്നു പ്രസംഗം കേൾക്കാൻ. എൻ്റെ ടെസ്റ്റ് മണി കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഓൾട്ടർ കോൾ കൊടുത്തപ്പം 23 പിള്ളേർ മുമ്പിൽ വന്നു. All of them. Then I gave the baptismal call, സ്നാനത്തിനുള്ള കോൾ. ഇവരെല്ലാം കൈപൊക്കി. അപ്പം ഞാൻ പറഞ്ഞു, നോക്ക്, നാളെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുക. യു മൈറ്റ് തിങ്ക് ഐ എം എൻ ഓൾഡ് ഫാഷൻഡ് ഇന്ത്യൻ, ബട്ട് വാട്ട് ടു ഡു? ദ ബൈബിൾ ഇസ് ഓൾസോ ഓൾഡ്, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ പവർഫുൾ. ഡു യു തിങ്ക്? അപ്പം ഞാനൊരു പഴഞ്ചൻ ഇന്ത്യനാണെന്ന് നിങ്ങൾ ഓർക്കും. എന്നാ ചെയ്യാനാ? ബൈബിളും പഴയതാണ്, പക്ഷെ ഇന്നും ഇതിൽ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ യേശു ഈ വേഷത്തിൽ സ്നാനപ്പെടുന്നു? മോനോട് 23 പിള്ളേരോട് പറയാം. അപ്പം ഈ ഗ്രാഷ്യ എന്ന് പറഞ്ഞ ഈ പാസ്റ്റർ എൻ്റെ പുറകെ ഒന്ന് തട്ടിയിട്ട് പറയാം, പ്ലീസ് ഡോണ്ട്, അറ്റ്ലീസ്റ്റ് ദേ ഹാവ് കം. എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാതെ ഇവർ വരെയെങ്കിലും ചെയ്തല്ലോ, സ്നാനപ്പെടാൻ തയ്യാറായല്ലോ.
ആ സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വാക്ക്, യു ഡോണ്ട് ഹാവ് ടു ട്വിസ്റ്റ് ഓർ ഡോണ്ട് മേക്ക് ദ ഗോസ്പിൾ അക്കോമഡേറ്റീവ്. ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഗോസ്പിളിനെ വളയ്ക്കേണ്ട. മനസ്സിലായി. ദ ഗോസ്പിൾ ഹാസ് ദ പവർ. ഗോസ്പിൾ ഇസ് ദ പവർ ഓഫ് ഗോഡ് എന്നല്ലേ? ഇസ് ദ പവർ. ഞാൻ തിരിഞ്ഞ് മൈക്കിലൂടെ തന്നെ ഗ്രാഷ്യയോട് പറയാം, യു ഡോണ്ട് ഹാവ് ടു അക്കോമഡേറ്റ്. ദ ഗോസ്പിൾ ഈസ് പവർഫുൾ. ഇത് ഞാൻ പറയുമ്പം ഈ പയ്യനായിരുന്നല്ലോ ലീഡർ. ഈ പയ്യൻ മൂക്കിലെ മുഴുവൻ ഊരി, കാതിലെ ഊരി സ്റ്റേജിലോട്ട് ഇട്ടു. സ്റ്റേജിലോട്ട് ഇറങ്ങി. ഈ 23 പിള്ളേരും ഡിഡ് ദ സെയിം. ഞാൻ പറഞ്ഞു, യു ആർ ദ ജോഷുവ ജനറേഷൻ. നാളെ ഐ വോണ്ട് യു ഓൾ ടു കം വിത്ത് എ പ്രോപ്പർ ഹെയർ കട്ട്, നോർമൽ കളർ, ആൻഡ് ഐ പേഴ്സണലി വിൽ ബാപ്റ്റൈസ്. സോ അന്ന് ഈ 23 പിള്ളേർ ആംസ്റ്റർഡാം എന്ന് പറയുന്ന സ്ഥലത്ത്, ദിസ് ഇസ് റിയലി ഗുഡ് മെമ്മറി. ദിസ് ഷുഡ് ബി കെപ്റ്റ്. ഇതിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും, യെസ്. സേവ് ചെയ്യണം. ദിസ് ഇസ് വൺ ഓഫ് thousands of ഇതിൻ്റെ പുറകെ എഴുതണം ആംസ്റ്റർഡാം. ഓക്കെ. സോ ദിസ് ഇസ് ആംസ്റ്റർഡാം. ആൻഡ് ഈ മീറ്റിംഗിൽ അനിയും ഉണ്ട് എൻ്റെ കൂടെ. നൗ ദിസ് ഹാസ് അനദർ സ്റ്റോറി ഓൾസോ. ഈ മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടെ ഈ ചർച്ചിലാണ് നമ്മുടെ ഈ ബാഗ് റാപ്പിംഗ് ഉണ്ടല്ലോ എയർപോർട്ട്സിലെ, ഇവിടുത്തെ ഒരു പയ്യൻ അത് ഇൻവെൻറ്റ് ചെയ്തു. ഒരു വിശ്വാസി പയ്യൻ. 2, ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ ജീവിതത്തിൽ റിബ്സ് തിന്നുന്നത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ഓണറും ഈ ചർച്ചിലാണ്. അയാൾ റിബ്സ് പാക്ക് ചെയ്യുക. 3, ഈ മീറ്റിങ്ങിന് പോകുന്ന സമയത്താണ് റോനക്ക് എന്നോട് പറയുന്നത് ഡിജിറ്റൽ ക്യാമറ വേണം. ഓ, ഈ മീറ്റിംഗാ? ഈ മീറ്റിംഗ്. ഓക്കെ. അപ്പം ഞാൻ റോനക്കിനോട് പറഞ്ഞു, ഞാൻ വാങ്ങിക്കത്തില്ല. റോനക്കിൻ്റെ ഫിസിക്കൽ ഫാദറാണ് ഞാൻ, പക്ഷേ റിയൽ ഫാദർ, ഒറിജിനൽ ഫാദർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ പിതാവ്. ഉടനെ റോനക്ക് എന്നോട് പറയുക, വല്ലവരും തന്നാൽ കുഴപ്പമില്ലല്ലോ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. അങ്ങനെ ഈ റിബ്സ് ആ റെസ്റ്റോറൻറ്റ് ഓണറാണ് ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ട് വിടുന്നത്. അപ്പം ഞാൻ ഫ്രണ്ട് ഒരു വാനായുടെ ദിസ് ഫോട്ടോ ഇസ് ബ്രിങ്ങിങ് ലോട്ട് ഓഫ് മെമ്മറീസ്. I didn't know this side of it. സോ ഞാൻ ഇരിക്കുക, അയാൾ വണ്ടി ഓടിക്കുക, അനി പുറകെ ഇരിക്കുക, ഒരു വാന്. എയർപോർട്ടിലെത്തി. അപ്പോൾ അയാൾ പറയുകയാണ്, ഐ നോ യു ഡോണ്ട് ടേക്ക് ഗിഫ്റ്റ്സ്, നിങ്ങൾ ഒന്നും ഗിഫ്റ്റ് വാങ്ങിക്കാറില്ല എന്നറിയാം, ബട്ട് അയക്കിങ്ങനെ മകനുണ്ടെന്നോ ഒന്നും അറിയത്തില്ല, ബട്ട് ദ ഹോളി സ്പിരിറ്റ് ടോൾഡ് മീ ടു ഗിവ് ഇറ്റ് ടു യുവർ സൺ എന്ന് പറഞ്ഞൊരു, നമ്മൾ വാട്ട് ഈസ് ഇറ്റ് എന്ന് വെച്ചു. ഇറ്റ്സ് എ ബ്ലാക്ക് ഡിജിറ്റൽ ക്യാമറ. റോണക്ക് പറഞ്ഞത് ബ്ലാക്ക് ഡിജിറ്റൽ ക്യാമറ. ഞാനത് എടുത്ത് ഞാൻ പറഞ്ഞു, ഡു യു നോ ഐ വിൽ ടേക്ക് ദിസ് ബിക്കോസ് മൈ സൺ ആസ്ക്ഡ് മീ. someone gives you, will you take? അയാൾ കരയാൻ തുടങ്ങി. ഓ മൈ ഹോളി സ്പിരിറ്റ്, ഓ വൈ ഗ്രേറ്റ്. സോ ദിസ് ഈസ് ആംസ്റ്റർഡാം ആൻഡ് wow, it brings nostalgic. This is one of thousands in the archive. My goodness, this is also goes on record. Yes. What happened? The ചരിത്രമാണ്. ആംസ്റ്റർഡാമിലെ ചരിത്രത്തിൽ ഒരു ആത്മാവും വരാതിരിക്കുമ്പോൾ 23 പിള്ളേർ ഒന്നിച്ച് സ്നാനപ്പെടുക എന്ന് പറയുന്നത് വണ്ടർഫുൾ.